നോളജ് ആൻഡ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയത്. അവിടുന്ന് കോഴ്സ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഈ പിന്നെ ബേസിക് ആയിട്ടുള്ള കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നിർത്തിയത് ഇന്ത്യൻ തിയറിയാണ്. ഇന്ത്യൻ തിയറി ഓഫ് ഇന്ത്യൻ നോളജ്, എങ്ങനെയാണ് സോഴ്സ് ഓഫ് നോളജിന്റെ എപ്പിസ്റ്റമോളജിക്കലി നോളജ് എങ്ങനെയാണ് ഇന്ത്യൻ തിയറി അടിസ്ഥാനത്തിൽ വരുന്നത് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാമെന്ന് കരുതിയത് വെസ്റ്റേൺ തിയറിയാണ്. വെസ്റ്റേൺ തിയറി നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ലേണിംഗ് തിയറികൾ കുറെ പറയുന്നുണ്ട്, കണക്ടിവിസം അങ്ങനെയൊക്കെ. ശരിക്ക് സോഴ്സ് ഓഫ് നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് പ്രധാനമായിട്ടും സിലബസിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെസ്റ്റേൺ തിയറി സ്പെസിഫിക്കലി നമ്മൾ ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട റാഷണലിസം, എംപിരിസിസം, കൺസ്ട്രക്റ്റിവിസം എന്ന തീമിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മറ്റു കുറേത് സോഴ്സ് ഓഫ് നോളജുമായി ബന്ധപ്പെട്ടതല്ല എന്നതുകൊണ്ട്. ഇനി ഇതില് ഇന്ത്യൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ ആൾമോസ്റ്റ് സിമിലർ കോൺസെപ്റ്റ് ആണ് വെസ്റ്റേൺ തിയറി ഉള്ളത്. പക്ഷെ ഇതിലുള്ളൊരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ലേണർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എംപിരിസിസം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി അതാണ്. എന്താണ് എംപിരിസിസം? സിമ്പിൾ ആക്കി പറയാം. ഈ ജോൺ ലോക്ക്, ഹ്യൂം എന്ന് പറയുന്ന ഡേവിഡ് ഹ്യൂം, ജോൺ ലോക്ക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ആണ്. ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ളതാണ് ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാം ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്, ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ്. അതിൽ എന്ത് വരുന്നു, എന്ത് വരേണ്ടതുണ്ട് എന്നതൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിലൂടെയാണ് മനുഷ്യന്മാർ പഠിക്കുന്നത് എന്നതാണ് എംപിരിസിസത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല എന്നതാണ്. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീ പൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് അത് പൊള്ളുമ്പോഴാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതാണ് എംപിരിസിസം എന്ന് പറയുന്നത്. നമ്മളുടെ സെൻസുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് എംപിരിസിസം ഒരു സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ പഠിക്കുന്നത് എന്നതാണ് ഒരു തിയറി പറയുന്നത്. അപ്പം ഇതിന്റെ ബേസിക്കാണ്, ഇതിന്റെ അനുബന്ധമായിട്ടാണ് ലേണിംഗ് തിയറികൾ കുറെ വരുന്നത്. എന്താണ്? ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഒക്കെ വരുന്നത് എംപിരിസത്തിലൂടെയാണ്. കുട്ടി അനുഭവങ്ങളിലൂടെ പഠിക്കണം എന്നത് ഈ എംപിരിസിസം ഒരു അടിസ്ഥാനപരമായ ഫിലോസഫി ആയിട്ട് വരുമ്പോഴാണ്. രണ്ടാമത്തത് റേഷണലിസം ആണ്. ഡെസ്കാർട്സ് എന്നാ പറയാം. ഇദ്ദേഹത്തിന്റെ ഫിലോസഫി അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാത്തിനും ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. നാളെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ന് സൂര്യൻ ഉദിച്ചു, നാളെ സൂര്യൻ ഉദിക്കുമെന്ന് എന്താ തെളിവ്? എന്താണ് ഉറപ്പ്? ഇല്ലല്ലോ. അപ്പം അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെപ്പോഴും എല്ലാത്തിനോടും ഒരു ഡൗട്ടിലൂടെ ചെയ്യണം. ലോജിക്കൽ തിങ്കിങ് ആണ് റാഷണലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ചോദ്യം ചെയ്ത് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തേക്ക് ചോദ്യം ചെയ്യുക എന്നതാണ് റാഷണലിസം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത്. റീനി ഡെസ്കാർട്സ് എന്ന് പറയും. അപ്പം വളരെ സിമ്പിൾ ആണ് പറയുന്നത്. നമ്മളുടെ ലേണിംഗ്, ഒരു മനുഷ്യൻ എങ്ങനെയാ പഠിക്കുന്നത്? അത് അനുഭവങ്ങളിലൂടെ മാത്രമൊന്നല്ല, ചിലപ്പോൾ ചില ചിന്തകളിലൂടെയും ചില ആലോചനകളിലൂടെയും പഠനം നടക്കും എന്നതാണ് റാഷണലിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസ്ട്രക്റ്റിവിസം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന്. ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എന്നത്. ഇപ്പൊ വിഗോട്സ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ കൺസ്ട്രക്റ്റിവിസം പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരു മനുഷ്യൻ എങ്ങനെയാ പഠിക്കുന്നത്? ആ മനുഷ്യൻ ആ ഒരു സാഹചര്യങ്ങളുമായിട്ട്, അദ്ദേഹത്തിന്റെ എൻവിയോൺമെന്റുമായി
ഇടപെട്ടിട്ടാണ് പഠിക്കുന്നത്, ആ എൻവയോൺമെന്റിന്റെ ഇന്ററാക്ഷനിലൂടെയാണ് പഠിക്കുന്നത് എന്നതാണ്. അത് പിയാഷെയും വൈഗോട്സ്കിയുടെയും കൺസ്ട്രക്റ്റിവിസം തിയറിയിലൂടെ. അപ്പം മൂന്ന് സോഴ്സ് ഓഫ് നോളജ് ആണ് ഉള്ളത്. ഒന്ന് അനുഭവം, പിന്നെ ഫിസിക്കൽ നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെയാണ് പഠിക്കുന്നത്. രണ്ട് നമ്മളുടെ തിങ്കിങ്ങിലൂടെ, ചോദ്യം ചെയ്യലുകളിലൂടെയാണ് പഠിക്കുന്നത്. മൂന്ന് ആ കുട്ടിയുടെ എൻവയോൺമെന്റ്, ചുറ്റുപാടുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് പഠിക്കുന്നത്. ഈ മൂന്ന് സാഹചര്യങ്ങളിലൂടെയാണ് പഠനം ഉണ്ടാകുന്നത് എന്നതാണ് വെസ്റ്റേൺ തിയറി പറയുന്നത്. ഇതില് ഇന്ത്യൻ തിയറി പറയുന്നത് പ്രത്യക്ഷ സെയിം സാധനമാണ്, ഡയറക്റ്റ് പെർസെപ്ഷൻ, നമ്മുടെ സെൻസറി കോണ്ടാക്റ്റിലൂടെ പഠിക്കുന്നു. രണ്ട്, പിന്നെ മുൻ പ്രിയർ ഒബ്സർവേഷൻ വെച്ചിട്ട് നല്ല കാർമേഘമുണ്ട്, ഇന്ന് മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതാണ് അനുമാനം. ഒരു അനുമാനങ്ങളിലൂടെ നേരത്തെയുള്ള ചില ധാരണകൾ വെച്ച് പുതിയ ധാരണകളെ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് ഉപമാനം എന്ന് വെച്ചാൽ കമ്പാരിസൺ. കുതിരക്ക് 4 കാലുണ്ട്, കുതിരക്ക് കുറെ ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്, സീബ്രക്കും അതുണ്ടാവും. അപ്പൊ സീബ്രയെ കമ്പയർ ചെയ്യുകയാണ്. അപ്പം ഒരു നേരത്തെ ഐഡന്റിഫൈ ചെയ്ത ചില സിമിലാരിറ്റി വെച്ചിട്ട് മറ്റൊരു അറിവില്ലാത്തൊരു സാധനത്തെ, നോൺ ടു അൺനോണ് അളക്കുവാണ്. ശബ്ദം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ പഠിക്കുന്നത്, സ്ക്രിപ്റ്റേഴ്സ് നിന്ന് പഠിക്കുന്നതൊക്കെ ശബ്ദമാണ്. ഇതാണ് ഇന്ത്യൻ എപ്പിസ്റ്റമോളജി. മറ്റേത് വെസ്റ്റേൺ എപ്പിസ്റ്റമോളജി, വെസ്റ്റേൺ സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയും. ഓക്കെ, ഞാൻ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ എടുത്തതിൽ നിന്നുള്ള കുറച്ച് MCQ ചോദിക്കാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ യു ക്യാൻ അപ്ഡേറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. Which of the following is a source of knowledge? Perception, reason, authority, all of the above. എന്താ ഉത്തരം? ഇന്ത്യൻ എപ്പിസ്റ്റമോളജി അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇതുള്ളത്. ഇത് എന്തായിരിക്കും ഉത്തരം ഉണ്ടാവുക? പെർസെപ്ഷൻ നമ്മൾ പറഞ്ഞു, പ്രത്യക്ഷ. റീസൺ നമ്മൾ പറഞ്ഞു, അനുമാനം. അതോറിറ്റി, ശബ്ദ്. അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ആണ്. അപ്പൊ നമ്മൾ രണ്ടും പഠിപ്പിക്കണം, രണ്ടും വെക്കണം. ഓൾ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. എല്ലാം എന്താണ്? സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദിസ്? നോളജ് ഗെയിൻഡ് ത്രൂ എ സെൻസ് എക്സ്പീരിയൻസ് ഈസ് കോൾഡ് rational knowledge, intuitive knowledge, empirical knowledge and logical. The levels of knowledge നമ്മൾ പറഞ്ഞ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Empirical knowledge, yeah, clear. Which of the following is not a characteristic of knowledge? എല്ലാവർക്കും ഒരു എത്രയാണോ? ബി എന്നാണോ? ആർ ദർ എനി ഡിഫറെന്റ് ആൻസേഴ്സ്? സി എന്നുണ്ട്. ഓക്കെ, സിയും ബിയും ഉണ്ട്. നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റലല്ലേ? കോണ്ടെക്സ്റ്റലാണ് അല്ലേ? ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച്. ഇപ്പൊ കേരള സിലബസ് ഉണ്ടാകുന്നതും നാഷണൽ സിലബസ് ഉണ്ടാകുന്നതൊക്കെ കോണ്ടെക്സ്റ്റലിന്റെ ഒരു പ്രധാനം കൊണ്ടാണ്. അപ്പൊ ഉത്തരം സ്റ്റേറ്റിക് ആണ്. എഡ്യൂക്കേഷന്റെ ക്യാരക്ടർ നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേറ്റിക് അല്ല. ഇന്ന് പഠിച്ചത് എപ്പോഴും ഒരേ സാധനമാണോ? അല്ല, അത് ഡൈനാമിക് ആണ്. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചേഞ്ച് ചെയ്യുക എന്നത് നോളജിന്റെ ഒരു ക്യാരക്ടറാണ്, സ്റ്റേറ്റിക് അല്ല. വളരെ ചില സാധനങ്ങൾ മാത്രമേ സ്റ്റേറ്റിക് ഉള്ളൂ. പക്ഷെ ഓവറോൾ ക്യാരക്ടർ നോളജിന്റെ സ്റ്റേറ്റിക് അല്ല. അനുമാനം ആസ് എ സോഴ്സ് ഓഫ് നോളജ് മീൻസ് perception, comparison, inference, authority. എന്താ ഉത്തരം? അനുമാനം. ഓക്കെ, സി ഈസ് ദ ആൻസർ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷ. റൈറ്റ്? Yeah, inference is the answer. Clarity ഉണ്ടെങ്കിൽ ചോദിക്കണം, നിങ്ങൾക്ക് സംശയം ചോദിക്കാം കേട്ടോ. Okay, now let us move to different domain.
ഈ യൂണിറ്റിലെ മറ്റൊരു ഡൊമൈനാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ യൂണിറ്റിന്റെ ഒരു തീം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയതുകൊണ്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് നോളജ് ആണ്. നോളജ് എന്താണ്, നോളജിന്റെ ഡിഫറെന്റ് ഫോംസ് എന്താണ്, ലെവൽ ഓഫ് നോളജ് എന്താണ്, ടൈപ്പ് ഓഫ് നോളജ് എന്താണ്, ആ നോളജിൽ നമ്മൾ എങ്ങനെയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, സോഴ്സ് ഓഫ് നോളജ് നമ്മൾ അതാണ് പറഞ്ഞത്. ഇപ്പോ ഇന്ത്യൻ തിയറി, വെസ്റ്റേൺ തിയറി നമ്മൾ പറഞ്ഞു. ഇനിയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ട്രൂത്ത് തിയറി ഓഫ് നോളജ്, തിയറി ഓഫ് ട്രൂത്ത് എന്ന് പറയും. അത് നമ്മൾ വിചാരിക്കും അത് അത്ര ബേസ് പ്രശ്നമല്ല, സിമ്പിൾ അല്ലേ എന്ന്. പക്ഷെ ഈ എഡ്യൂക്കേഷന്റെ ഫിലോസഫിക്കലി ട്രൂത്ത് എന്ന് പറയുന്നത്, ട്രൂത്ത് നോളജ്, തിയറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പക്ഷേ നെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന ആളുകളുടെ ഫസ്റ്റ് പേപ്പറിൽ തിയറി ഓഫ് ട്രൂത്തിനെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ് ട്രൂത്ത്, എന്തിനാണ് ഈ കോഴ്സ്, ഈ ടോപ്പിക് ബി.എഡ് കോഴ്സിൽ വരുന്നത്, തിയറി ഓഫ് ട്രൂത്ത് എന്തിനാണ് ബി.എഡ് കോഴ്സിൽ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പഠിപ്പിക്കുന്നത് കറക്റ്റ് ആണോ, നിങ്ങൾ ഒരു നോളജിന്റെ വാലിഡേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് കറക്റ്റ് ആണോ പഠിപ്പിക്കുന്നത്, അതിന്റെ ബേസിക്കലി അതെങ്ങനെയാണ് പിന്നെ അസസ്മെന്റിനും ഇവാലുവേഷനും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിയറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് ശരിയാണോ അല്ലയോ എന്നത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട 4 തിയറികളാണുള്ളത്. ഒന്ന്, നിങ്ങൾ വളരെ ബേസിക് പഠിച്ചാൽ മതി, ഡീപ്പായിട്ട് പഠിക്കേണ്ടതില്ല. ഒന്ന് കറസ്പോണ്ടൻസ് തിയറി, 2 പ്രാഗ്മാറ്റിക് തിയറി, 3 സെമാന്റിക് തിയറി, 4 ഡിഫ്ലാഷണറി തിയറി. ഞാൻ വളരെ ബേസിക് ആയിട്ട് പെരിഫറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്, ഡീപ്പായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്താ കറസ്പോണ്ടൻസ് തിയറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ചു നോക്ക് നിങ്ങൾ. പ്രിമൈസ് ട്രൂത്ത് ഈസ് വെൻ അക്നോളജ് കറസ്പോണ്ട്സ് ഡയറക്ട്ലി ടു റിയാലിറ്റി. പിന്നെ നോളജ് എന്ന് പറയുന്നത് ഫാക്ട് ആൻഡ് റിയാലിറ്റി ആണ്. അപ്പൊ ഇതിന് പറഞ്ഞ ഉദാഹരണം, ഒരു വെള്ളം തിളക്കാൻ, ബോയിൽ ആവാൻ 100 ഡിഗ്രി സെൽഷ്യസ് വേണം എന്നത് ട്രൂത്ത് ആണ്, ആണല്ലോ. അപ്പൊ ട്രൂത്ത് ആണ് എന്നത്, അത് ഞാൻ പറയുന്നതും ശരി ട്രൂത്ത് ആണ്, സത്യത്തിൽ സയന്റിഫിക്കലി ചെക്ക് ചെയ്യുമ്പോൾ ട്രൂത്ത് ആണ്. അപ്പോൾ ഇതില് കറസ്പോണ്ടൻസ് തിയറി എന്താണോ റിയാലിറ്റി അതാണ് ട്രൂത്ത്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ട്രൂത്ത് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? സയന്റിഫിക്കലി പ്രൂവൺ ആണ്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ട്രൂത്ത് ആണ്. വെള്ളം തിളക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് വേണം എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നമ്മൾ അത് അങ്ങനെയാ ചെക്ക് ചെയ്യാം? സയന്റിഫിക്കലി പ്രൂവ് ചെയ്യും. അത് 100 ഡിഗ്രി സെൽഷ്യസ് വേണോ? യെസ്, എന്നാൽ ദാറ്റ് ഈസ് ട്രൂത്ത്. എന്നുവെച്ചാൽ നോളജ് ഈസ് ഈക്വൽ ടു റിയാലിറ്റി. അതാണ് കറസ്പോണ്ടൻസ് തിയറിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനം. 2 പ്രാഗ്മാറ്റിക് തിയറി, യൂട്ടിലിറ്റി. ആ വേർഡ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പ്രാക്ടിക്കലി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന്. ഇപ്പൊ ഒരു ടീച്ചർ പറയാണ്, മൈ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് it is clear that my classroom management is appropriate. എന്റെ ക്ലാസ് റൂം മാനേജ്മെന്റ് അപ്രോപ്രിയേറ്റ് ആണ് എന്നൊരു ടീച്ചർ പറഞ്ഞാൽ അത് എങ്ങനെയാ മനസ്സിലാവുക? ആ ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ക്ലാസ് റൂം മാനേജ്മെന്റ് സ്ട്രോങ് ആണ്, കറക്റ്റ് ആണ്. ഇത് യൂട്ടിലിറ്റി, എൻഡ് യൂസർ എങ്ങനെയാണ് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നത്, അതാണ് അതിന്റെ കറക്റ്റ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആവും. ഉദാഹരണം പറയാം, ഒരാൾ പറയുന്നു ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്. സിമ്പിൾ ആട്ടോ പറയുന്നത്, കഷ്ടപ്പെട്ടാൽ റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ് ട്രൂ ആണോ ഫാൾസ് ആണോ തിരിയാം? കഷ്ടപ്പെടുന്ന ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുകയും റിസൾട്ട് ഉണ്ടാവുകയും ചെയ്താൽ നമുക്ക് പറയാം ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? അതാണ് പ്രാഗ്മാറ്റിക് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ ട്രൂത്തിനെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ ഓരോ തിയറി ആയിട്ട് വരുന്നു എന്ന് മാത്രം. ഇതിനെ കുറെ തലയിലേക്ക് എടുക്കേണ്ട, വളരെ ബേസിക് ആണ്. പ്രാക്ടിക്കലി അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ട്രൂത്ത് ആണ്. ഇതാണ് പ്രാഗ്മാറ്റിക് തിയറി.
സെമാന്റിക് തിയറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രണ്ടിനും അല്ല. ഇത് കുറച്ചും കൂടി ലിംഗ്വിസ്റ്റിക് ആണ്, ഭാഷാപരമാണ്. സെമാന്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷയാണ്. അപ്പൊ സെമാന്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അപ്രോപ്രിയേറ്റ് ആണോ, കറക്റ്റ് ആണോ എങ്കിൽ അത് ട്രൂത്ത് ആണ്. ദ ക്ലാസ് റൂം ഈസ് എംപ്റ്റി. ക്ലാസ് റൂം ഈസ് എംപ്റ്റി. ആ ക്ലാസ് റൂമിൽ ഒന്നുമില്ലെങ്കിൽ ആ ഉപയോഗിച്ച ഭാഷ കറക്റ്റ് ആണ്. ഇത് കുറച്ചുകൂടി ഭാഷാപരമാണ്, നമ്മുടെ ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ടെർമിനോളജീസുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ദിസ് റൂം ഈസ് ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ കംപ്ലീറ്റ്ലി ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ലാംഗ്വേജ് കറക്റ്റ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കറക്റ്റ് ആണോ, ആ ഭാഷ അപ്രോപ്രിയേറ്റ് ആണോ യൂസ് ചെയ്തതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സെമാന്റിക് തിയറി വർക്ക് ചെയ്യുന്നത്. ഡിഫ്ലാഷണറി തിയറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അത് കുറെ തിയറിറ്റിക്കലി ആഴത്തിലുള്ള ചിന്ത ഒന്നുമില്ല. വളരെ ബേസിക് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ആ കുട്ടി പറഞ്ഞത് കറക്റ്റാണ്, ആ കുട്ടി പറഞ്ഞത് സത്യമാണ് എന്ന് വളരെ ഡിഫ്ലാഷണറി, വളരെ സിമ്പിൾ ആയിട്ട് ഇറ്റ് ഈസ് ട്രൂ. ഒരാളെങ്ങനെ സംസാരിക്കുകയാണ്, നമ്മളുടെ മുമ്പ് സംസാരിക്കണം, ആ കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ കേട്ടു നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ട്രൂ എന്ന് വെച്ചാൽ ആ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നർത്ഥം. അതാണ് ഒരു ട്രൂത്ത്. അപ്പൊ 3 ടൈപ്പാണ് ട്രൂ. അപ്പൊ എന്താണ് അർത്ഥം? ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ അംഗീകരിക്കുന്നു, അത് സത്യമാണ് എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെയാണ് സത്യമാകുന്നത്. 4 തരത്തിലാണ് തിയറീസ് ഓഫ് ട്രൂത്ത് വർക്ക് ചെയ്യുന്നത്. 1, നോളജ് ഇസ് ഈക്വൽ ടു റിയാലിറ്റി. 2, പ്രാക്ടിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രാക്ടിക്കലി അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൂത്ത് ആണ്. 3, ഭാഷാപരമായി ഉപയോഗിക്കുന്ന സെന്റൻസുകളും സ്ട്രക്ചറുകളും മീനിങ്ങുകളൊക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അതിന് ട്രൂത്ത് എന്ന് പറയും. 4 വളരെ ബേസിക്കലി കുറെ ആഴത്തിലുള്ള ചിന്തയൊന്നുമില്ല. നമ്മളൊരു യെസ് ദാറ്റ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ഡിഫ്ലാഷണറി തിയറി അടിസ്ഥാനത്തിൽ ട്രൂത്ത് ആണ്. ഇതാണ് തിയറീസ് ഓഫ് ട്രൂത്ത് വർക്ക് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറയും. What sort of statement? Any statement, any kind of things. Now, how do you feel? For example, you can say that Messi is a good player. അപ്പോൾ വേറെ ആൾ പറയണം ദാറ്റ് ഈസ് ട്രൂ. വേറെ കുറെ എന്തില്ല, അതിനപ്പുറത്ത് കുറെ മെസ്സി എങ്ങനെയാണ് കളിക്കുന്നത്, മെസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, മെസ്സി ഫുട്ബോൾ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പാറ്റേൺ എങ്ങനെയാണ്, ഏത് പൊസിഷനിൽ നിന്നാണ് കളിക്കുന്നത്, ഇതൊന്നും മാറ്റർ അല്ല. അപ്പുറത്തുള്ള ഒരാൾ പറയുന്നു ദാറ്റ് ഈസ് ട്രൂ, യു ആർ ഓൾസോ അഗ്രി വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, ദെൻ അത് ട്രൂത്ത് ആയിട്ട് കാണുന്നു. ഇത് പല തിയറികളാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കോൺസെപ്റ്റിനെ ഒരേ തിയറിയിൽ അപ്രോച്ച് ചെയ്ത് പല വാതിലുകളാണ്. ഇപ്പൊ കറസ്പോണ്ടൻസ് തിയറി എന്ന് പറയുന്ന ആ ടീം പറയുന്നത് അത് നോളജ് എന്ന് പറയുന്ന റിയാലിറ്റി ആയിട്ട് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ മാത്രമേ അത് ട്രൂത്ത് ആയിട്ട് പറയാൻ പാടുള്ളൂ. മറ്റൊരു ടീം പറയുന്നത് ആ നോളജ് വർക്ക് ആകുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് അത് അത് പ്രാക്ടിക്കലി വർക്ക് ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ട്രൂത്ത് ആവേണ്ടത്. മറ്റൊരു ടീം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷക്ക് അതിനനുസരിച്ചിട്ടുള്ള തിയറി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമാണ് ട്രൂത്ത് ആവേണ്ടത്. മറ്റൊരു ടീം പറയുന്നു അത് ഒരാൾ അംഗീകരിച്ചാൽ ദാറ്റ് ഈസ് ട്രൂ, മെസ്സി ഈസ് എ ഗുഡ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരാൾ പറയുന്നു ദാറ്റ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ട്രൂത്ത് ആയിട്ട് കാണണം. ഇതിപ്പോ ന്യൂസ് കേട്ട് കൂടുതൽ ഡീപ്പായി ഡിഗ് ചെയ്യാണ്ട് ട്രൂ ആന്ന് പറയുന്നത് ഡിഫ്ലാഷണറിയാണ്. ഓക്കേ, താങ്ക് യു. ഇതിന്റെ ബേസിക് നോ ഡീപ് മെറ്റാഫിസിക്സ്, ഒന്നും നോ ഡീപ് മെറ്റാഫിസിക്കൽ നേച്ചർ, കുറെ ആഴത്തിലൊന്നും അതൊരു മെറ്റാകോഗ്നിറ്റീവ് ഉപയോഗിച്ചിട്ടൊന്നും ചിന്തിക്കാതെ പറയുന്നതാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ന്യൂസ് മെസ്സേജ് ഷെയർ ചെയ്യുന്നത് വേണമെങ്കിൽ എന്തായിരിക്കാം, ഡിഫ്ലാഷണറി തിയറി ആയിട്ട് കണക്ട് ആക്കാം. കാരണം എന്താ, ആഴത്തിൽ ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ഫോർവേഡ്, എന്താണോ കിട്ടിയത് അത് ശരിയാണെന്ന് കരുതി മറ്റൊരാൾ കൂടി ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൂ എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ, അത് ഫോർവേഡ് ചെയ്യുന്നതോടുകൂടി അത് സത്യമാണ് എന്ന് തിരിയുക എന്നത് ഡിഫ്ലാഷണറി തിയറിയാണ്. ഓക്കെ, നൗ ലെറ്റ് us മൂവ്. ഇതില് നിങ്ങളുടെ ഇതിന്റെ ഈ പറയുന്ന ഇൻഫർമേഷൻ, ബിലീഫ്, നോളജ് എന്നൊക്കെ പറയാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റോയുടെ ഒരു തിയറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത്ര വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല.
ബേസിക്കലി പറയാണ്, നിങ്ങളുടെ സിലബസിൽ ഈ വ്യത്യാസം പറയുന്നുണ്ട്. എന്താണ് നോളജ്, എന്താണ് ബിലീഫ്, എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പോർഷന്റെ ഭാഗം. വളരെ ബേസിക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പരത്തി പറഞ്ഞിട്ടുണ്ട്, കുറെ ChatGPT നിർത്തുവൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങോട്ടേ പോകുന്നില്ല ഇതില്. ഓക്കെ, ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ? ഒരാൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. അതാണ് ഡാറ്റ. ആ ഡാറ്റയെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇൻഫർമേഷൻ വരുന്നത്. ഇപ്പോ ആളുകൾ, പൊളിറ്റീഷ്യൻസ് കറപ്ഷൻ നടത്തും എന്നത് ഞാൻ പൊളിറ്റീഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലെയിം ചെയ്യല്ല, ഒരു ഉദാഹരണം പറയാം. പൊളിറ്റീഷ്യൻസ് കറപ്ഷൻ നടത്തും എന്നത് പല ഡാറ്റയാണ്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ കേരള കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ പൊളിറ്റീഷ്യൻസ് സ്റ്റേറ്റ്മെന്റ് കറപ്ഷൻ നടത്തുന്നുണ്ടോ? എന്റെ കോണ്ടെക്സ്റ്റിൽ ഇല്ല. എന്റെ ധാരണയിൽ എന്റെ ആ ഇൻഫർമേഷൻ കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് കറപ്ഷൻ നടത്തുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാൻ കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് കറപ്ഷൻ നടത്തുന്നില്ല. അതാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഞാൻ എന്നെ ഇന്റേണലൈസ് ചെയ്യണം. ആ ഇന്റേണലൈസ് ചെയ്ത സാധനത്തെ ഞാൻ അത് ഇന്റേണലൈസ് ചെയ്താൽ മാത്രം മതിയാവില്ല. എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഇന്റേണലൈസ് ചെയ്തത് വാലിഡേറ്റ് ചെയ്യും കൂടി വേണം. നോക്കൂ, ഞാൻ 100 പൊളിറ്റീഷ്യൻസിന് എടുത്തു. ഈ 100 പൊളിറ്റീഷ്യൻസും കറപ്ഷൻ നടത്തുന്നില്ല എന്നതാണ് എൻ്റെ ഐഡിയ. അത് വെച്ചിട്ട് ഞാൻ പറയുന്നു കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് കറപ്ഷൻ നടത്തുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റ നോളജ് ആവുക എന്നത് ഈ പറയുന്ന ടാസ്കിലൂടെ പോകുമ്പോഴാണ്. ഒന്ന്, അത് കോണ്ടെക്സ്റ്റലി കണക്ട് ചെയ്യണം. 2, അത് ഇന്റേണലൈസ് ചെയ്യണം. അത് ഇന്റേണലൈസ് ചെയ്താൽ മാത്രം പോരാ, അതിന് ജസ്റ്റിഫിക്കേഷൻ കൂടി ഉണ്ടാവുമ്പോഴാണ് ഒരു നോളജ് ആവുള്ളൂ. ഇതാവുമ്പോൾ മാത്രമാണ് അത് നോളജ് ആയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേവലം ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിൽ നിന്ന് മാത്രമല്ല കിട്ടുക, പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. ഇതാണ് നോളജ് ഇൻഫർമേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നോളജ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, മൾട്ടി ഡയമെൻഷനൽ ആണ്, കോണ്ടെക്സ്റ്റലാണ്, എസെൻഷ്യൽ ഫോർ ലേണിംഗ്. പഠിക്കും, അത് ലേണിംഗുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതോടുകൂടി ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തരുവാണ്. യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഉത്തരം? Which of the following refers to knowledge matching reality? B is the correct answer. Correspondence theory. Yeah. Truth is what works in practice is associated with. Yeah, pragmatic theory. Practically എന്താണ് നടക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. Then semantic, clear, which is not a dimension of knowledge.
സൂക്ഷിച്ച് ആൻസർ ചെയ്യണേ. Which is not a dimension of knowledge. Yeah. കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണലൊക്കെ നോളജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയമെൻഷനാണ് മെക്കാനിക്കൽ. സോ ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. ഇതായിരുന്നു നമ്മളുടെ സിലബസ് ഉണ്ടായിരുന്നത്. മെക്കാനിക്കൽ ലാസ്റ്റ് വൺ. ഡെഫിനിഷൻ ഓഫ് നോളജ് നമ്മൾ പറഞ്ഞു, ലെവൽസ് ഓഫ് നോളജ് പറഞ്ഞു, ടൈപ്പ്, കൈൻഡ്, ഫോംസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ്, നോളജ് ഡയമെൻഷൻ പറഞ്ഞു, ഇന്ത്യൻ വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ്, കറസ്പോണ്ടൻസ് തിയറി, യൂട്ടിലിറ്റി തിയറി, സെമാൻറ്റിക് തിയറി പറഞ്ഞു, നോളജ് ഇൻ റിലേഷൻ ടു ഇൻഫർമേഷൻ, ബിലീഫ് ആൻഡ് ട്രൂത്ത്. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ സിലബസ്. അത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കയറുവാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും? നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാണേ. ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും ക്ലാരിറ്റി വരുത്തിയത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ക്ലാരിറ്റി വരുത്തിയത്. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത യൂണിറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോ ഇനിയുള്ള യൂണിറ്റുകൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളാണ്. തിയറി അല്ല കാര്യമായിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യൂണിറ്റുകളാണ് ഉള്ളത്. മീനിങ് ആൻഡ് നേച്ചർ, മീനിങ്, നേച്ചർ, പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം. ഞാൻ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് കരിക്കുലം നിങ്ങൾക്കൊന്ന് മൈക്കോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നന്നായി, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ സന്തോഷമായി. എന്താണ് കരിക്കുലം? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ കരിക്കുലം? ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും ഈ കരിക്കുലം എന്ന് പറയുന്നത്. ഞാൻ മൂവ് ചെയ്യാണ്. ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ ഈ യൂണിറ്റിൽ പ്രധാനമായും എന്താണ് കരിക്കുലം, കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തിനാണ് മനുഷ്യന്മാർ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്, കോഴ്സ് ഓഫ് സ്റ്റഡി എന്നുള്ളൊരു റെസ്പോൺസ് കണ്ടു. Teaching practice aids content activities. Okay. So let me move on. അപ്പൊ ഇതിന്റെ നോക്കൂ, നിങ്ങൾ കരിക്കുലത്തിന്റെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. കരിക്കുലത്തിന്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ, നേരത്തെ നിങ്ങളല്ല കേട്ടോ, ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചത് കരിക്കുലം എന്ന് പറയുന്നത് എന്താണോ ഒരു ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് അതാണ് കരിക്കുലം എന്നുള്ളതാണ്. ബേസിക്കലി കരിക്കുലം, സിലബസ്, ടെക്സ്റ്റ് ബുക്ക്, പോളിസി എന്നതൊക്കെ പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉള്ള ഒരു സാധനമാണ്. ഞാൻ വളരെ ചുരുക്കി അത് സംസാരിക്കാൻ, എനിക്ക് ഇന്ന് ഇതോടുകൂടി സെക്കൻഡ് യൂണിറ്റ് പൂർത്തിയാക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടതാണ്. കാരണം നിങ്ങൾക്ക് ഫോർത്ത് സെമസ്റ്റർ ആയതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട്. പോളിസി എന്ന് പറയുന്നത് ആണ് ഒരു ക്ലാസ് റൂമിലേക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് ജേർണി ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ലെയറാണ് പോളിസി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസി.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 2020-ലാണ്, 2020-ലാണ്. ശരിയാവോ? എങ്ങനെ? റിട്ടൺ ഡോക്യുമെന്റ് ഓൺ ഹോൾ എഡ്യൂക്കേഷണൽ പ്രോസസ്. നിങ്ങൾ ഏതിനാണ് പറയുന്നത്? കരിക്കുലത്തിനാണ്? കരിക്കുലം. It is not necessary that it has to be a written document. Okay, ഞാൻ പറയാം. അപ്പം പോളിസിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഒരു പോളിസി ഉണ്ടാകും. ഈ പോളിസി 2020-ലാണ് ഇന്ത്യയിൽ മോഡിഫൈ ചെയ്തത്. I don't know what happened to me. No, I was good at today. അപ്പം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനത്തിൽ ആണ് 2020 മുതൽ നാഷണൽ സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്ക് NCF പബ്ലിഷ് ചെയ്തത്. ഈ പോളിസിയിൽ നിന്നും പോയിന്റുകൾ എടുത്ത് കരിക്കുലം ഡെവലപ്പ് ചെയ്തു. ഈ കരിക്കുലമാണ് NCF എന്ന് പറയുന്നത്. NCF ഇന്ത്യയിൽ പുതിയ കരിക്കുലം 2 ഘട്ടമായിട്ടാണുള്ളത്. ഒന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ, 2 ഫൗണ്ടേഷൻ സ്റ്റേജ്. ഇപ്പൊ ഇതില് കരിക്കുലം എന്ന് പറഞ്ഞാൽ കേവലം ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ മറ്റു പ്രോസസ്സുകളോ അല്ല. സ്കൂളിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന എല്ലാം കരിക്കുലമാണ്. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനത്തിൽ നമ്മൾ കോ കരിക്കുലം എന്ന് പറയാറുണ്ട്, ഇല്ലേ? കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെയും പറയാൻ പാടില്ല. സ്കൂളിൽ കുട്ടി സ്പോർട്സ് കരിക്കുലമാണ്, ആർട്സ് കരിക്കുലമാണ്, കുട്ടി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കരിക്കുലമാണ്, കുട്ടികളുടെ ഇൻഫർമേഷൻ കരിക്കുലമാണ്, അസംബ്ലി കരിക്കുലമാണ്. അപ്പൊ കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുന്നതാണ് കരിക്കുലം എന്നതാണ് ഒരു പ്രോസസ്സ്. അപ്പൊ ഒരു ടീച്ചറാകാൻ പോകുന്ന ഒരാള് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഒരു സ്കൂളിന്റെ കരിക്കുലത്തിന്റെ ഭാഗമായത് എന്നതാണ്. നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡുകളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രഡീഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന പുസ്തകം, അതായിരുന്നു കരിക്കുലം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കരിക്കുലം, കോ കരിക്കുലം എന്ന് 2 ബൈനറി ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് കരിക്കുലം എന്ന് പറയുന്നത് കേവലം സബ്ജക്ട് നോളജ് മാത്രമല്ല, അവിടെ ആ കുട്ടിയുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കരിക്കുലത്തിന്റെ ഭാഗമാണ്. കോ കരിക്കുലം എന്ന് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ ട്രഡീഷണലി നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന സ്പോർട്സും ആർട്സും ഒക്കെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. അസസ്മെന്റ് കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ കയറിയിട്ട് എന്താണോ ചെയ്യുന്നത് അത് കരിക്കുലത്തിന്റെ ഭാഗമാണ്. അപ്പൊ കരിക്കുലം ഈസ് ദ ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസസ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബി എ റിട്ടൺ ഡോക്യുമെന്റ്. അത് ഈ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വരുന്നത് റിട്ടൺ ഡോക്യുമെന്റ് ആണ്, അതിനെ കരിക്കുലം എന്ന് വിളിക്കാം. പക്ഷെ അത് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ നിന്നും ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഗോള് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പണിയെടുക്കുന്നുണ്ടോ, ഏതൊക്കെ പ്രോസസ്സുകളിലൂടെ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതൊക്കെ കരിക്കുലമാണ്. കരിക്കുലം, കോ കരിക്കുലം എന്ന ബൈനറി മോഡേൺ വ്യൂ അടിസ്ഥാനത്തിൽ ഇല്ല. സിമ്പിൾ ആണല്ലോ. അപ്പൊ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കരിക്കുലം? Curriculum is the total learning experiences provided by a school to achieve educational goals. അവിടെ നിങ്ങൾക്ക് ട്രഡീഷണൽ വ്യൂയും മോഡേൺ വ്യൂയും വേണമെങ്കിൽ കമ്പാരിസൺ ആക്കിയിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. എക്സ്ട്രാ കരിക്കുലർ പെടുമോ? അതാണ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ കരിക്കുലത്തിൽ നിങ്ങൾ ഒരു ഉദാഹരണം പറയാമോ? എക്സ്ട്രാ കരിക്കുലത്തിന്റെ എക്സ്ട്രാ കരിക്കുലം മ്യൂസിക് ക്ലാസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ കരിക്കുലം, എക്സ്ട്രാ കരിക്കുലം, കോ കരിക്കുലം എന്ന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ NEP അടിസ്ഥാനത്തിൽ, പുതിയ മോഡേൺ വ്യൂ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ആ സ്കൂളിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ടോ, ഈവൻ അസംബ്ലി പോലും കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി കരിക്കുലത്തിന്റെ ഒരു ഡെഫിനിഷനാണ്. ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. വില്യം എഫ് കണ്ണിംഗ്ഹാം, ഒരു സ്കോട്ടിഷ്
എഡ്യൂക്കേഷനിസ്റ്റ് ആണ് കണ്ണിംഗ്ഹാം എന്ന് പറയുന്നത്. കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ടു ഷേപ്പ് സ്റ്റുഡൻസ്. ഒരു ടീച്ചർ ആവാൻ പോകുന്ന ആള് കരിക്കുലം കാണാതെ ക്ലാസ് റൂമിൽ പോകാൻ പാടില്ല. ഒരു കാർപ്പന്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരാള് ഡിസൈൻ ഇല്ലാതെ കാർപ്പന്റിംഗ് വർക്ക് എടുക്കുവോ? ഇല്ല. ഒരു മേസണറി വർക്ക് ചെയ്യുന്ന ഒരാള് വീടിന്റെ ഡിസൈൻ അറിയാതെ വീട് പണിക്ക് പോവില്ല. കാരണം എന്താ? ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ആ വീട് ഉണ്ടാക്കേണ്ടത്, ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഫർണിച്ചർ ഉണ്ടാക്കേണ്ടത്. എന്നാൽ നമ്മൾ ടീച്ചർമാര് എല്ലാ ടീച്ചേഴ്സും കരിക്കുലം കണ്ടിട്ടാണ് ആ ക്ലാസ് റൂമിൽ പോകുന്നത്. സ്കൂൾ കരിക്കുലം കാണാതെ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആർട്ടിസ്റ്റിന് ടൂളില്ലാതെ ക്ലാസ് റൂമിൽ പോകുന്നത് പോലെയാണ്, പ്ലാൻ ഇല്ലാതെ ക്ലാസ് റൂമിൽ പോകുന്നത് പോലെയാണ്. ഈ കരിക്കുലത്തിൽ എന്തൊക്കെയുണ്ട്? എവിടത്തേക്കാണ് ഈ കുട്ടിയെ എത്തിക്കേണ്ടത്, എന്താണ് ഈ കുട്ടിയിലൂടെ സ്കൂൾ പ്രതീക്ഷിക്കുന്നത്, ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്, ഏത് മെഷീൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഒരു കാർപ്പൻറ്റർക്ക് കരിക്കുലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡ് പ്രൊഡക്റ്റ് എന്താവണം, അതിന് ഏതൊക്കെ ടൂൾ ഉപയോഗിക്കണം, എത്ര സമയത്തിന്റെ ഉള്ളിൽ തീരണം, ഇത് പ്രൊഡക്റ്റ് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യൽ എങ്ങനെയാണ്, ഇതിന് ഏതൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുക, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ, കരിക്കുലം ഇസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ടു ഷേപ്പ് സ്റ്റുഡൻസ്. ഇത് വളരെ സീരിയസ് ആയിട്ട് ടീച്ചർ ആവാൻ പോകുന്ന ഒരാള് നിർബന്ധമായും ആലോചിക്കേണ്ട സാധനമാണ്. സോഷ്യൽ സയൻസ് ആയിട്ട് ടീച്ചർ ആവാൻ പോകുന്ന ഒരാള് സോഷ്യൽ സയൻസിന്റെ കരിക്കുലം കാണണം. എന്നിട്ട് എന്താണ് ഓരോ ക്ലാസ്സിലും ആ കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ക്ലാസ് റൂമിൽ പോയാൽ ആ കുട്ടിയോട് ചെയ്യുന്ന നീതികേടാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മളൊക്കെ കരിക്കുലം ഡെവലപ്പ് ചെയ്യണം. എന്താണ് ഈ കരിക്കുലം എന്ന് പറഞ്ഞത്? എങ്ങനെയാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുക? വളരെ ബേസിക്കലി ചേഞ്ചിങ് സൊസൈറ്റൽ നീഡ്സ്. 2015 ഒരു സോഷ്യൽ നീഡ്സ് അല്ല 2025 ഇത് ഇവോൾവിങ് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കരിക്കുലം ചേഞ്ച് ചെയ്യണം. 2010 നമ്മളുടെ ക്ലാസ് റൂമില് 2010 ഒരു ഫിലോസഫിയും വെച്ചിട്ട് നമ്മൾ ഇന്ന് ക്ലാസ് റൂമിൽ കയറിയാൽ അത് ഔട്ട്ഡേറ്റഡ് ആണ്, നമുക്ക് ആ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അത് മാത്രമല്ല, ഇപ്പം കേരളത്തിലെ കുട്ടികളുടെ നീഡായിരിക്കില്ല ഒരു പക്ഷേ മണിപ്പൂരിലും കാശ്മീരിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഒക്കെ ഉണ്ടാവും. ഓരോ കോണ്ടെക്സ്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ അവിടുത്തെ സൊസൈറ്റിയുടെ നീഡ് എന്താണ് എന്നുകൂടി മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കേരള ഗവൺമെന്റ് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമായിട്ട് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ നേരിടാം എന്നത് കരിക്കുലത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു സൊസൈറ്റൽ നീഡാണ്. കാരണം എന്താണ്? കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് വന്നപ്പോൾ അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത്, പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നതുകൊണ്ട് അത് കരിക്കുലത്തിന്റെ ഭാഗമായി, കേരള കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായി അത്തരം ഇൻപുട്ടുകൾ കൂടി കയറി വന്നു. അതാണ് ഞാൻ പറയുന്നത്, കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികൾ കരിക്കുലത്തിന്റെ ഭാഗമാകണം. കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവണം. കുട്ടിയുടെ സോഷ്യൽ, ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈ കരിക്കുലത്തിന്റെ ഭാഗമായി ഉണ്ടാവണം. ഒരു കുട്ടി കരിക്കുലം എന്ന് പറയുന്ന ഒരു മെഷീനിലൂടെ പോകുമ്പോഴേക്ക് അവിടുന്ന് കുട്ടി ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റികളൊക്കെ ഉണ്ടാവുക എന്നതാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. എല്ലാ തരം കുട്ടികളെയും അഡ്രസ് ചെയ്യുന്നതാണ് കരിക്കുലം. ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ മാത്രം അഡ്രസ് ചെയ്യപ്പെടുന്നതാവരുത്. ഒരു ക്ലാസ് റൂമിൽ ലേണിംഗ് ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടിയെയും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്ന, ആവറേജ് ലെവലിൽ പഠിക്കുകയും ചെയ്യുന്ന എല്ലാ തരം കുട്ടികളെയും കണക്ട് ചെയ്യുന്നതാവണം ഡെവലപ്മെന്റ് കരിക്കുലം എന്ന് പറയുന്നത്. ഒരു കുട്ടിയിൽ പ്രോബ്ലം സോൾവിങ് ക്രിയേറ്റ് ചെയ്യുന്നതാവണം. ആ കുട്ടിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതാവണം. എന്നുവെച്ചാൽ കുട്ടിയെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കണം എന്നർത്ഥം. അതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഫിലോസഫി.
കിട്ടുന്നതെല്ലാം വിഴുങ്ങുക എന്നതല്ല, ചോദ്യം ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ്. ആ കുട്ടിയുടെ റിയൽ ലൈഫായിട്ട് ബന്ധം ഉണ്ടാവണം. എല്ലാത്തിനും അപ്പുറത്ത് ഇന്ത്യയിൽ ഏത് കരിക്കുലം ഉണ്ടാക്കുവാണെങ്കിലും ഈ രാജ്യത്തെ പോളിസിക്കുള്ളിലാവണം കരിക്കുലം, പോളിസിക്ക് പുറത്താവണം. അപ്പോ എന്താണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് നീഡ് എന്ന് മനസ്സിലാക്കണം, ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യണം, ഹോളിസ്റ്റിക്കലി അപ്രോച്ച് ചെയ്യണം, സ്കില്ലിട്ട് പഠിപ്പിക്കണം, അതുപോലെ തന്നെ നാഷണൽ പോളിസീസിൽ അലൈൻ ചെയ്തിട്ടും ആവണം. ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഞാൻ സൗണ്ടിൽ സംസാരിക്കാത്തത് ചെറിയൊരു പ്രയാസം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയാണ്. നിങ്ങളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഏരിയകളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം, മനസ്സിലായോ? പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്, അടിസ്ഥാന ഫിലോസഫി. കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ചൈൽഡ് സെന്റേർഡ്നെസ്. ഏജ് അപ്രോപ്രിയേറ്റ് ആവണം കരിക്കുലം. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്താണ്, 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടത്, 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ കുട്ടിയുടെ എബിലിറ്റിയും ഇൻട്രസ്റ്റും മനസ്സിലാക്കിയിട്ടാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഏജ് അപ്രോപ്രിയേറ്റ് ആണ്, കുട്ടിക്ക് താങ്ങാവുന്നതിനും അപ്പുറം കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. കുട്ടിക്ക് ലേണിംഗ് ബൈ ഡൂയിങ്. അതാണ് നമ്മൾ പറഞ്ഞു, എംപിരിസിസം ഒക്കെ നമ്മൾ എന്തിനാ പഠിച്ചത്? നമ്മുടെ ക്ലാസ് റൂമില് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഇത് എവിടുന്ന് വന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, കുട്ടിക്ക് എക്സ്പീരിയൻസ് ലേണിങ്ങിന് സ്പേസ് ഉണ്ടാവണം. എല്ലാത്തിനും ചിലപ്പോൾ എക്സ്പീരിയൻസ് ലേണിങ്ങിന് സ്പേസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ പരമാവധി എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് സ്പേസ് ഉണ്ടാവണം ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ. അതിനനുസരിച്ചിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ടാവണം, ഫ്ലെക്സിബിൾ ആവണം. ഒരു കരിക്കുലം ഞാൻ ഡെവലപ്പ് ചെയ്തു, എപ്പോഴും അത് തന്നെ ആവണമെന്നില്ല. അല്ലെങ്കിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും റിജിഡ് മെന്റാലിറ്റിയിൽ പോകരുത്. ഓപ്പൺനെസ് ആണ്, ഫ്ലെക്സിബിൾ ആവും. ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞത് ഒരു രാജ്യത്തിന് ഒരു കരിക്കുലം ഉണ്ടാവണം, സ്റ്റേറ്റിന് കരിക്കുലം ഉണ്ടാവണം, ജില്ലക്ക് കരിക്കുലം ഉണ്ടാവണം, ഓരോ സ്കൂളിനും ഒരു കരിക്കുലം ഉണ്ടാവണം എന്ന് പറയുന്നത്. കാരണം ഓരോ സ്കൂളിനും കോണ്ടെക്സ്റ്റ് ഡിഫറെന്റ് ആണ്. അതിന്റെ റെലവൻസ് കുട്ടിയുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ കണക്ഷൻ ഉണ്ടാവണം, അതിൽ പ്രാധാന്യം ഉണ്ടാവണം. എന്നോ പഠിക്കേണ്ട സാധനങ്ങൾ ഇപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് സംഭവമായിട്ട് കാര്യമില്ല. അപ്പം ഓരോ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ സാധ്യമാകുന്ന ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടത്. 2, യൂട്ടിലിറ്റി. കുട്ടിക്ക് അത് കുട്ടിയുടെ ലൈഫിന് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവണം. ബാലൻസ് ആണ്. എന്ന് വെച്ചാൽ കുട്ടി ഭയങ്കര കോഗ്നിറ്റീവ് ആവരുത്. ഇപ്പം കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക്കലി എപ്പോഴും ഭയങ്കരമായ അക്കാദമിക് ചോയ ഉള്ളതാവരുത്. അതൊരു ബാലൻസ്ഡ് ആണ്. അക്കാദമിക്കിനും ഫിസിക്കലി ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റിനൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്. എല്ലാത്തിനും ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ പറയാറുണ്ട് എന്ത്, കരിക്കുലം എന്ന് പറയുന്നത് ഒരു സർക്കുലർ പ്രോസസ് ആണ്. ഒന്നാം ക്ലാസ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ കണ്ടിന്യൂസ് പ്രോസസ്സാണ് കരിക്കുലത്തിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. വളരെ ബേസിക്കലി നമ്മൾ പറയാം, LKG-യിലും UKG-യിലും നിങ്ങൾ പഠിക്കുന്നത് ആ കുട്ടിയുടെ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഹോം എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഹോമിന്റെ ഷേപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണലി ഇതിങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞത് ഫസ്റ്റ് ക്ലോസ് ഫാമിലി, അച്ഛൻ അമ്മ, ദെൻ ഡിസ്റ്റന്റ് ഫാമിലി. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആണ്, ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. LKG-ന്ന് UKG, UKG-ൽ നിന്ന് 1ാം ക്ലാസ്, 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെയാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു ക്ലാസ് നിന്ന് പൂർത്തിയാക്കണം എന്ന് വിചാരിക്കരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേണിംഗ് ഔട്ട്കം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ പറയുന്ന ലെയേഴ്സുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഉണ്ടാകും. ഇന്റഗ്രേഷൻ ആണ്, മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഈ പറയുന്ന ടെക്നോളജിയെയും മാത്സും ഫിസിക്സും ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും, മാത്സും EVS-ഉം കണക്ഷൻ ഉണ്ടാവും. ഇത് പരസ്പരം ഇന്റഗ്രേറ്റഡ് ആണ്. കണക്ഷൻ പരസ്പരം സബ്ജക്റ്റുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയാവണം കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്.
അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെന്റർനെസ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ഫ്ലെക്സിബിൾ ആവണം, റെലവൻസ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, യൂട്ടിലിറ്റി ടു ദ പ്രാക്ടീസ്, ബാലൻസ്ഡ് ആവണം, കണ്ടിന്യൂറ്റി ഉണ്ടാവണം, ഇന്റഗ്രേറ്റഡ് ആവണം. Any doubt? No. Thank you. Okay. So now let us move to the type of curriculum. നമ്മളിപ്പോൾ കരിക്കുലത്തിന് എന്തൊക്കെ പറഞ്ഞു? മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, കരിക്കുലം ഡിസൈനിങ്ങിന്റെ നീഡ് എന്താണ്, എപ്പോഴാണ് മനുഷ്യന്മാർ കരിക്കുലം ഡിസൈൻ ചെയ്യാറെന്ന് പറഞ്ഞു. പിന്നെ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു. നമ്മളിപ്പം പറയുന്നത് ടൈപ്പ് ഓഫ് കരിക്കുലം. എത്ര ടൈപ്പ് കരിക്കുലം ആണുള്ളത്? മേജർ ആണ് പറഞ്ഞത്. 3 ടൈപ്പ് ഓഫ് കരിക്കുലം ആണുള്ളത്. ഒന്ന് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം, 2 ലേണർ സെന്റേർഡ് കരിക്കുലം, 3 പ്രോബ്ലം സെന്റേർഡ് കരിക്കുലം. എന്താ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം? മാത്സ്. മാത്സ് ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ മാത്സ് LKG എത്രയാണ് പഠിക്കേണ്ടത്, UKG എത്രയാണ് പഠിക്കേണ്ടത്? ഇത് വളരെ കൃത്യമാണ്. അപ്പൊ നമ്മളുള്ള ബേസിക് ആയിട്ടുള്ള നോളജുകൾ, ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം, മാത്സ്, ഇംഗ്ലീഷ്, എനി സബ്ജക്ട്, അത് കുട്ടി പഠിക്കണം, നിർബന്ധമായിട്ട് കുട്ടി പഠിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല മാത്സ് പഠിക്കണം. അപ്പൊ മാത്സ് എന്ന് പറയുന്നത് നിർബന്ധമായി കുട്ടി പഠിക്കണം. ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ 2 + 2 = 4 എന്നുള്ളത് കുട്ടി നിർബന്ധമായിട്ട് പഠിക്കണം. അത് എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് മെത്തേഡാണ് ടീച്ചർ ഉപയോഗിക്കേണ്ടത് അത് പഠിപ്പിക്കാൻ തുടങ്ങിയതെല്ലാം കരിക്കുലത്തിന്റെ ഭാഗം. അപ്പൊ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം, മാത്സ് റിലേറ്റഡ് കരിക്കുലം. നിങ്ങൾ NCF കരിക്കുലം ടെക്സ്റ്റ് ബുക്ക് തുറന്നാല് വലിയ ടെക്സ്റ്റ് ബുക്ക്, അതിൽ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നതൊക്കെ വളരെ കൃത്യമായി സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതെന്താണ്? ഓരോ ക്ലാസ്സിലും എങ്ങനെയാണ് മാത്സ് പഠിപ്പിക്കേണ്ടത് എന്നതടക്കം അതിലുണ്ടാവും. അപ്പൊ 3 ടൈപ്പ് ഓഫ് കരിക്കുലം ആണുള്ളത്. ഒന്ന് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം, 2 ലേണർ സെന്റേർഡ് കരിക്കുലം. കുട്ടിയെ സ്കില്ല് പഠിപ്പിക്കാൻ, കുട്ടിയുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് എൻഗേജ് ചെയ്യാൻ, ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂമുകളെ എങ്ങനെയൊക്കെ സാധ്യമാക്കാം, ഇതൊക്കെ ലേണർ സെന്റേർഡ് കരിക്കുലം. എന്താ പ്രോബ്ലം സെന്റേർഡ് കരിക്കുലം? നമ്മളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നു. ആ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് കുട്ടികളെല്ലാം നമ്മൾ ചിന്തിക്കുകയാണ്, കുട്ടികളെല്ലാം പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പൊ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കരിക്കുലം ഡെവലപ്പ്, നമ്മളുടെ സ്കൂൾ കരിക്കുലത്തിലേക്ക് ഈ പ്ലാസ്റ്റിക്കിനെതിരെ കുട്ടികൾക്ക് ബോധമുണ്ടാക്കാൻ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കരിക്കുലത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് പ്രോബ്ലം സെന്റേർഡ് കരിക്കുലം. ഒരു പ്രോബ്ലത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനെങ്ങനെയാണ് സോൾവിങ്ങിലേക്ക് വരിക, അതിനെങ്ങനെ ക്രിട്ടിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മളുടെ സ്കൂളിലെ കരിക്കുലം എന്ന് പറയുന്നത് സബ്ജക്ട് സെന്റേർഡും ലേണർ സെന്റേർഡും പ്രോബ്ലം സെന്റേർഡും ഇന്റഗ്രേറ്റഡ് ആണ്. അവിടെ മാത്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂമുകൾ, അവിടുത്തെ സ്പോർട്സ്, ആർട്സ് എങ്ങനെയാവണം, അതുപോലെ തന്നെ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നതുകൂടി ഇന്റഗ്രേറ്റഡ് ആണ്. പക്ഷെ 3 ടൈപ്പ് ഓഫ് കരിക്കുലം എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രം. ഇനി ഓരോ കരിക്കുലത്തിന്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ലോജിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. എന്താണ് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. അത് ഓർഗനൈസ് ചെയ്യാൻ സിമ്പിളാണ്. കാരണം എന്താ? അതിന് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഏത് കോണ്ടാക്ട്സും സെയിം ആണ്. ഈസി ടു ഓർഗനൈസ് ആൻഡ് എവാലുവേറ്റ്. 2 + 2 = 4 എന്നുള്ളത് കുട്ടി മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ നോക്കാൻ സിമ്പിളാണ്. അത് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എഫിഷ്യന്റ് നോളജ് ട്രാൻസ്മിഷൻ, വളരെ ഈസി ആയിട്ട് അത് നോളജ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഒരു സ്ട്രക്ചേർഡ് ഫിക്സ്ഡ് സിലബസ് അടിസ്ഥാനത്തിലാണ് ഈ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം പോവുക. ഇതിന്റെ ചലഞ്ച് എന്താണ്? പ്രധാനമായും റോഡ് മെമ്മറൈസേഷൻ, കാണാപാഠം പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തും. കുട്ടിയുടെ ലേണിംഗ് ഡിഫറൻസസ് പരിഗണിച്ചിട്ടല്ല സിലബസ് സെറ്റ് ചെയ്യാറുള്ളത്. റിയൽ ലൈഫ് സിറ്റുവേഷൻ പലപ്പോഴും ഈ സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിക്കും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഇതാണ് സബ്ജക്ട് സെന്റേർഡ് കരിക്കുലം.
അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ വിചാരിക്കരുത് നിലവിലുള്ള കരിക്കുലം സബ്ജക്ട് സെന്റേഡ് കരിക്കുലമാണ്. അല്ല, നിലവിലുള്ള സബ്ജക്ട് 3 ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് അടുത്തത് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് എന്താണ്? സ്ട്രക്ചറൽ മോഡൽ ലേണർ സെന്റേഡ് കരിക്കുലം. എന്താ ലേണർ സെന്റേഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? കുട്ടിയെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ കരിക്കുലങ്ങളെല്ലാം ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലമാണ്. അവിടെ കുട്ടിക്ക് ലേണിംഗ് ബൈ ഡൂയിങ് സ്പേസ് ഉണ്ട്. കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിക്കും കുട്ടിയുടെ സെൽഫ് എക്സ്പ്രഷനും ഒക്കെ സ്പേസ് ഉണ്ട്. ഇതിന് ചലഞ്ചസ് എന്താണ്? പലപ്പോഴും നമ്മളുടെ ക്ലാസ് റൂമിലേക്ക് ഒരു വലിയ ക്ലാസ് റൂം 50 കുട്ടികളോ 40 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ ഈ പറയുന്ന ലേണർ സെന്റേഡ് ആക്ടിവിറ്റീസ് എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അസസ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കാരണം എന്താ? ഓരോ കുട്ടിക്കും ഓരോ ടൈപ്പ് ആയിരിക്കും ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കണ്ടന്റ് നോളജ് കുറവും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനും സ്കില്ലിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം സെന്റേഡ് കരിക്കുലം. എന്താ പ്രോബ്ലം സെന്റേഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെതിരെ കുട്ടികൾക്ക് ധാരണ ഉണ്ടാവും. ഇപ്പൊ കേരള ഗവൺമെന്റ് തന്നെ ട്രാഫിക് ബോധവൽക്കരണം എന്നത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആക്കിയിട്ട് വെക്കുകയും അതിന് കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രോബ്ലം സെന്റേഡ് കരിക്കുലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ട്രാഫിക് വൽക്കരണത്തിന്? ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി കുട്ടിയെ തയ്യാറാക്കി നിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതാണ്. സ്വാഭാവികമായും നിങ്ങൾ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ട്രാഫിക് ബോധവൽക്കരണം ഉണ്ടാക്കാൻ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ആ കരിക്കുലത്തിന്റെ ഭാഗമായി കൊണ്ടുവരിക? ചാറ്റ് ബോക്സിൽ ഇടാവാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, ഇതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് എടുക്കാം. ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെതിരെ കുട്ടികളെ പഠിപ്പിക്കണം. എന്തൊക്കെ ആയിരിക്കും നിങ്ങൾ പിന്നെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക? നിങ്ങൾ BEd കഴിഞ്ഞ ടീച്ചറാണല്ലോ, നിങ്ങളോട് സ്കൂൾ പറയുന്നു നമ്മുടെ സ്കൂളിൽ കുറെ കുട്ടികൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നുണ്ട്, അത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്കൊരു കരിക്കുലം ഉണ്ടാകും, നമ്മളെ കരിക്കുലത്തിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഡെവലപ്പ് ചെയ്യണം, അത് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യുക? ഇനി ആൻസർ. അത് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാ നിങ്ങൾ ഈ ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുക? നിങ്ങളോട് സ്കൂൾ പറഞ്ഞു ഇതിനൊന്ന് ഇത്തരം ഒരു ഇഷ്യൂവിന് നിങ്ങൾ സൊല്യൂഷൻ കൊണ്ടുവരണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലെവൽസ് ഓഫ് നോളജിൽ ഫസ്റ്റ് നോളജ് എന്താണ്? നമ്മൾ റിയൽ ലൈഫ് നോ പ്ലാസ്റ്റിക് ഡേ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആണ്. റിയൽ ലൈഫിലേക്ക് കുട്ടിയെ ബോധ്യപ്പെടുത്തുക. സെൻസറി ഓർഗൻസ് കൊണ്ട് കുട്ടിയെ ലൈഫിൽ പ്ലാസ്റ്റിക് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക. അത് നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഒരു വെള്ളത്തിലിട്ട് അത് ഡൈല്യൂട്ടായി പോകുന്ന സാധനമല്ല, പ്ലാസ്റ്റിക് ഒരിക്കലും ഭൂമിയിൽ നശിക്കുന്നില്ല എന്നത് ബോധ്യപ്പെടുത്താനുള്ള കുറച്ച് ടെക്നോളജീസ്, കുറച്ച് റിയൽ ലൈഫ് എക്സ്പീരിമെന്റ്സ് നടക്കും. 2, പ്ലാസ്റ്റിക് ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പിന്നെ ഇഷ്യൂ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ നമ്മളൊരു ബോക്സിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകൾ മനസ്സിലാക്കി എക്സ്പെരിമെന്റ് ആക്കി നടത്തും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളൊരു ചിത്രം, ഒരു വീഡിയോ TV-യിൽ കാണിച്ചു കൊടുക്കും പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ ഓരോ വീടുകളിലേക്ക് പറഞ്ഞയക്കും, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്ന് എത്ര ഒരു ദിവസം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് രേഖകൾ കൊണ്ടുവരാൻ പറയും. ഇതിന് ബദൽ മാർഗം എന്താണ് എന്ന് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇതൊക്കെയാണ് കരിക്കുലം എന്ന് പറഞ്ഞത്. ഏത് കോൺസെപ്റ്റും നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെവൽസ് ഓഫ് നോളജ്, ഏതൊക്കെ ലെവലിലാണ് കുട്ടി നോളജ് അക്വയർ ചെയ്യുന്നത് എന്ന് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും. അവിടെ എംപിരിസിസം ഉണ്ടാവണം, റാഷണലിസം ഉണ്ടാവണം, അവിടെ കൺസ്ട്രക്റ്റിവിസം ഉണ്ടാവണം. അപ്പൊ ഈ പെർസ്പെക്റ്റീവിലാണ് ലേണിംഗ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പൊ 3 തരത്തിലാണ് കരിക്കുലം ഉള്ളത്. ഒന്ന് സബ്ജക്ട് സെന്റേഡ് കരിക്കുലം, 2 ലേണർ സെന്റേഡ് കരിക്കുലം, 3 പ്രോബ്ലം സെന്റേഡ് കരിക്കുലം. സ്ട്രെങ്ത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പ്രൊമോട്ട്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ, പ്രാക്ടിക്കൽ. ഇത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പുതിയ കാലത്ത് പല സ്കൂളുകളിലുമുള്ള കോൺസെപ്റ്റിന്റെ മറ്റൊരു പരിപ്രേക്ഷ്യമാണ്. എന്താ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രശ്നത്തെ മറ്റു ഇന്റഗ്രേറ്റഡ് ആയിട്ട് പല സബ്ജക്റ്റുകളുടെയും കൂടി കോൺസെപ്റ്റിലൂടെ ആയിട്ട് ഒരു പ്രൊജക്റ്റ് ആയിട്ട് കാണും. എൻ്റെ സ്കൂളിൽ പ്ലാസ്റ്റിക് ഇല്ലാതിരിക്കാൻ ഞാൻ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നു. അതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. അതിൽ ഞാൻ ഏതൊക്കെ കോൺസെപ്റ്റ്, ഏതൊക്കെ പിന്നെ ഡൊമൈൻസ് എടുക്കും? മാത്സിൻ്റെ എടുക്കും. എങ്ങനെയാ മാത്സ്? എത്ര ആളുകൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത്? സ്വാഭാവികമായിട്ട് ഞാൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പഠിക്കും. അതിലൂടെ ഡാറ്റ കളക്ഷൻ പഠിക്കും. സോഷ്യൽ സയൻസ് പഠിക്കും. ആരൊക്കെയാണ് പ്ലാസ്റ്റിക് അല്ലാത്ത മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത്? അതിൻ്റെ ഭാഗം പ്ലാസ്റ്റിക്കിന് എത്രയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്? എക്കണോമിക്സ് പഠിക്കും. സയൻസ് പഠിക്കും. അതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത് ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ. ഒരു സബ്ജക്ട് മാത്രമായിരിക്കില്ല, കൊളാബറേറ്റീവ് ആയിരിക്കും നമ്മൾ ചെയ്യും. എന്താ ലിമിറ്റേഷൻ? നല്ല സമയം വേണം, നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം, നല്ല ബേസിക് നോളജ്. ചലഞ്ചസ്, ബേസിക് നോളജ് പലപ്പോഴും ഓവർടേക്ക് ചെയ്ത് കുട്ടികൾ പ്രാക്ടിക്കലി ഒരു പ്രോബ്ലത്തെ സൊല്യൂട്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും അത് ഉണ്ടാവുക. ഇനി ഒരു കമ്പാരിസൺ ആണ്. സബ്ജക്ട് സെന്ററിൽ കോർ ഫോക്കസ് എന്ന് പറയുന്നത് സബ്ജക്ട് നോളജ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സബ്ജക്ട് സെന്ററിൽ ലേണറെക്കാളും സബ്ജക്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അതേസമയം ലേണർ സെന്ററിൽ ഇൻഡിവിജ്വൽ നീഡ്സ് ആണ്, പ്രോബ്ലംസിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. എന്താണ് സബ്ജക്ട് സെന്ററിൽ ടീച്ചറുടെ റോള്? ട്രാൻസ്മിറ്റർ ആണ്. ടീച്ചർക്കാണ് ധാരണ ഉള്ളത്, ടീച്ചർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 2+2 4 എന്നുള്ളത് ടീച്ചർക്കാണ് അറിയാം, അത് കുട്ടിയെ പഠിപ്പിക്കുന്നു. ലേണർ സെന്ററിലോ ടീച്ചറുടെ റോള് ഗൈഡാണ്. പ്രോബ്ലം സെന്ററിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഗൈഡാണ്. ടീച്ചർക്ക് നല്ല ധാരണ ഉണ്ടാവണം സബ്ജക്റ്റിനെ കുറിച്ച്. സ്റ്റുഡൻസ് റോൾ എന്താണ്? സബ്ജക്ട് സെന്ററിൽ പാസീവ് റിസീവറാണ്. എന്നാൽ ലേണർ സെന്ററിൽ എത്തുമ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ റോള് കൂടി, സ്റ്റുഡൻറ്റിൻ്റെ റിഫ്ലക്ഷൻ കൂടി പ്രധാനമാണ്. പ്രോബ്ലത്തിൽ എന്താണ് പ്രോബ്ലം എന്ന് കുട്ടി ഐഡന്റിഫൈ ചെയ്യുകയും കുട്ടി ക്രിട്ടിക്കലി അതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യണം. സബ്ജക്ട് സെന്റേഡ് ക്ലാസ് റൂമുകൾ വളരെ സിമ്പിളായിട്ട് ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം ലേണർ സെന്റേഡിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് വേണ്ടി വരും, ഡിഫറെൻറ്റ് സ്പേസസ് വേണ്ടി വരും. കാരണം എന്താ? അവിടെ ലേണറുടെ ഇൻട്രസ്റ്റ് കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. പ്രോബ്ലം സെന്റേഡിൽ ഒരു ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിൽ മാത്രമായിട്ട് ഈ പറയുന്ന ക്ലാസ് റൂം എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഔട്ട് ഓഫ് ദ ക്ലാസ് റൂമും ഓരോ കോൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വേണ്ടി വരും. ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട സബ്ജക്ട് സെന്ററിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? റോട്ട് മെമ്മറൈസേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ലേണർ സെന്ററിൽ റോട്ട് മെമ്മറൈസേഷൻ അല്ല, പക്ഷെ പലപ്പോഴും കണ്ടന്റ് നോളജിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കാറില്ല. പ്രോബ്ലം സെന്ററിൽ ഇതൊക്കെ ശരിയാണ്, പക്ഷെ അസസ്മെന്റ് ഒക്കെ ഇത് കുട്ടി ചെയ്തത് റെഡിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര കോംപ്ലക്സ് അസസ്മെന്റ് സിസ്റ്റം ആണുള്ളത്. അത് സബ്ജക്റ്റിന് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് സബ്ജക്ട് സെന്റേഡ് കരിക്കുലം, ലേണർ സെന്റേഡ് കരിക്കുലം, പ്രോബ്ലം സെന്റേഡ് കരിക്കുലം തമ്മിലുള്ള വ്യത്യാസം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരിക്കുലം, നിങ്ങളുടെ യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കരിക്കുലം അലൈൻമെന്റ് ആണ്. കരിക്കുലം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക? എങ്ങനെയാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ കരിക്കുലം ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കരിക്കുലം ഡെവലപ്പ് ചെയ്യാം? നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കുക? ആദ്യം ഉണ്ടാവുക നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തിനാണ് നിങ്ങൾ പോകുന്നൊരു സ്കൂള്, എന്തിനാണ് ഈ സ്കൂൾ വർക്ക് ചെയ്യുന്നത്, അതാണ് വിഷൻ ആൻഡ് മിഷൻ. അതാണ് എന്തിനാണ് 8ാം ക്ലാസ്, പിന്നെ ഈ രാജ്യത്തെ കുട്ടികൾ എന്താവണം, അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ സംസ്ഥാനത്തിലെ കുട്ടികൾ എന്തൊക്കെയാവണം, അതാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോ നമ്മുടെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്താണ് ആകേണ്ടത്
എന്നത് വളരെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് നാളെ ഒരു ഡ്രൈവർ ആവണം, ഒരാളെ ഡ്രൈവർ ആക്കുക എന്നതാണെങ്കിൽ അവിടെ നിങ്ങൾ കുറേ തിയറി പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ബേസിക് ചെയ്യേണ്ട സാധനമാണ്. അവിടെ നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലൈഫ് കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് കരിക്കുലം ഉണ്ടാവേണ്ടത്. ഒബ്ജക്റ്റീവ് ഒരു തരത്തിൽ ഇങ്ങനെ, കരിക്കുലം പിന്നെ മെത്തേഡ് ഇങ്ങനെ എന്നായാൽ പോരാ. ഒബ്ജക്റ്റീവ് വളരെ വിസിബിൾ ആണ്. എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, കുട്ടിയെ, എൻ്റെ കുട്ടി ഡെമോക്രാറ്റിക്കലി ചിന്തിക്കുന്ന, ഇൻക്ലൂസീവായിട്ട് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ഇന്റലക്ച്വലി കുട്ടി സ്ട്രോങ് ആവണം എന്നതാണെങ്കിൽ ടീച്ചിങ് മെത്തേഡ് എന്തായിരിക്കണം? ക്ലാസ് റൂമിൽ ഡെമോക്രസി വർക്ക് ചെയ്യണം. ക്ലാസ് റൂമിൽ എപ്പോഴും ടീച്ചർ മാത്രം സംസാരിക്കുക, ഒരു ഡിസ്കഷൻ ഇല്ല, ഡിബേറ്റ് ഇല്ല, പിന്നെ കുട്ടികൾക്കുള്ള സ്പേസ് ഇല്ല. എന്നാൽ ആ കുട്ടി ഡെമോക്രാറ്റിക്കലി, കുട്ടി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കുട്ടിക്ക് ഡെമോക്രാറ്റിക് തിങ്കിങ് ഉണ്ടാകും എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വസിക്കാൻ പാടില്ല. ഇതെല്ലാം പ്രോപ്പർ അലൈൻമെന്റിൽ ഇങ്ങനെ പോകണം. എന്നുവെച്ചാൽ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാവണം ടീച്ചിങ് മെത്തേഡ് ഉണ്ടാവേണ്ടത്. ആ ടീച്ചിങ് മെത്തേഡിനനുസരിച്ചിട്ടാണ് ആക്ടിവിറ്റി ഉണ്ടാവേണ്ടത്. നിങ്ങൾ വളരെ മിഷനൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. ഏത് ഡെമോക്രാറ്റിക് ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഡെമോക്രാറ്റിക്കലി ആ കുട്ടിയുടെ ക്ലാസ് റൂമിൽ ടീച്ചർ സ്പേസ് കൊടുക്കുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. അപ്പം ഇതിന്റെ പരസ്പരം അലൈൻമെന്റ് ഉണ്ടാവും. ഒബ്ജക്റ്റീവും ടീച്ചിങ് മെത്തേഡും അലൈൻമെന്റ് ആവണം. ഇനി ഇത് മാത്രം പോരാ, കുട്ടി ഡെമോക്രാറ്റിക് തിങ്കിങ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അസസ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്? നിങ്ങൾ കുട്ടിയോട് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ചോദിച്ചാൽ അത് പ്രോപ്പർ അലൈൻമെന്റ് അല്ല. അവിടെ അസസ്മെന്റ് കുറച്ചും കൂടി നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. എങ്ങനെയാണ്? നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇടുന്നു. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആ കുട്ടി എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുന്നത് എന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കുട്ടി ഡെമോക്രസി എന്താണ് തിയറിറ്റിക്കലി മാത്രമല്ല കുട്ടിയുടെ ലൈഫിലും കൊണ്ടുവരാൻ ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് പഠിപ്പിക്കണം, പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് അളക്കണം, എന്നാൽ മാത്രമേ ലേണിംഗ് ഗോൾ ഉണ്ടാവും. നിങ്ങൾ ഡെമോക്രസി പഠിപ്പിച്ചു, ഡെമോക്രാറ്റിക് വാല്യൂസിനെ കുറിച്ച് പഠിപ്പിച്ചു, എന്നാൽ ആൻസർ ഷീറ്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുട്ടിക്ക് മാർക്ക് ഇടുമ്പോൾ കുട്ടിക്ക് റോഡ് മെമ്മറി ഉള്ള, കാണാതെ പഠിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷേ അതേസമയം കാണാതെ പഠിക്കാൻ കഴിയാത്ത കുട്ടി, എന്നാൽ വളരെ കൃത്യമായി ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഇടുമ്പം നന്നായിട്ട് ഇടപെടുന്ന, മറ്റുള്ളവരെ കേൾക്കുന്ന, മറ്റുള്ളവരുടെ സ്പേസിൽ ഇടപെടാതിരിക്കുന്ന ഒരു കുട്ടിക്ക് മാർക്കില്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് കേവലം എന്തല്ല, നമ്മളുടെ ഔട്ട്പുട്ട് എന്താണ്? ഹാവിങ് എ ഡെമോക്രാറ്റിക് ഹ്യൂമൻ ബീങ്, സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അത് ആൻസർ ഷീറ്റിൽ മാത്രമല്ല ആ കുട്ടിയുടെ ലൈഫിലും കൊണ്ടുവരണം. ആ കൊണ്ടുവരണമെങ്കിൽ ടീച്ചർ ആദ്യം ഡെമോക്രാറ്റിക്കൽ ചെയ്യണം, അതിനനുസരിച്ചുള്ള അസസ്മെന്റ് നോക്കണം. ഇതാണ് അലൈൻമെന്റ് ഓഫ് കരിക്കുലം അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഡോക്ടറായി വരുന്ന ഒരാള് സ്വന്തം പേഷ്യന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നത്. കാരണം എന്താ? ഡോക്ടറാകുന്ന ആള് കാണാതെ പഠിച്ചു ഏത് മരുന്നാ കൊടുക്കേണ്ടത്, പക്ഷെ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ് പഠിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് കരിക്കുലം അലൈൻമെന്റ്. നമ്മളുടെ കരിക്കുലത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ കറപ്ഷൻ നടത്തുന്നത്. നമ്മളുടെ കരിക്കുലത്തിന്റെ പ്രശ്നമാണ്. കരിക്കുലത്തിൽ കുട്ടിയുടെ വാല്യൂസിന് നമ്മൾ സ്പേസ് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പം കരിക്കുലം അലൈൻമെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഇതൊരു ഉദാഹരണമാണ്. You cannot accurately test for memorization if your education goal is critical thinking. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? കുട്ടിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക എന്നുള്ളത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ ആ ടീച്ചർ ആദ്യം എന്ത് ചെയ്യണം? ക്ലാസ് റൂമിൽ ഡിസ്കഷനും ഡിബേറ്റും ഇടണം. ടീച്ചർ പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കോൺഫിഡൻസും ട്രസ്റ്റും ധൈര്യവും ആ കുട്ടിക്ക് ഉണ്ടാവണം. അപ്പൊ ഡിസ്കഷൻ ഉണ്ടാവണം, ഡിബേറ്റ് നടത്തണം.
ഡിബേറ്റ് നടക്കുമ്പോഴാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്താൽ ആ കുട്ടിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞു എങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്? അസസ്മെന്റ് വാട്ട് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എഡ്യൂക്കേഷൻ ഗോള് ഫെയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ വളരെ പേഴ്സണലി സംസാരിക്കാൻ കാരണം പലപ്പോഴും ടീച്ചേഴ്സ് ഫെയിൽ ആവുന്ന ഒരു കാര്യം ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, എന്താണ് കരിക്കുലം ഡിസൈനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറക്റ്റ് കരിക്കുലം നമ്മൾ എപ്പോഴാണ് ഒരു നല്ല കരിക്കുലം ആണെന്ന് പറയാം? ഇത് നല്ല എല്ലാ ഗുണങ്ങളും ഒത്ത ഒരു കരിക്കുലമാണെന്ന് നമ്മൾ പറയാം. അതിൽ ഗോൾ ഓറിയന്റഡ് ആണ്. ഔട്ട്കം ഓരോ വർഷങ്ങളിലും അച്ചീവ് ചെയ്യേണ്ട ലേണിംഗ് ഔട്ട്കം സ്പെസിഫിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ ഗ്രോത്തിന് അപ്രോപ്രിയേറ്റ് ആണ്, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ആ കുട്ടിയുടെ എല്ലാ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആ സ്കൂളിന്റെ എല്ലാ ഹോളിസ്റ്റിക് എക്സ്പീരിയൻസും അതിൽ ഉൾക്കൊള്ളിട്ടുണ്ട്. ഡൈനാമിക് ആണ്. ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഡോക്യുമെന്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് തന്നിട്ട് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് ഡൈനാമിക് ആണോ, ഇത് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ടോ, ഒരു കുട്ടിയുടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇതിൽ ഭാഗമാവുന്നുണ്ടോ, കുട്ടിയുടെ കോണ്ടെക്സ്റ്റിനെ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിനെ ഫിസിക്കൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജിനെ പരിഗണിച്ചിട്ടുണ്ടോ, ഓരോ സ്ട്രക്ചേർഡ് ലേണിംഗ് ഔട്ട്കം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ ഐഡിയൽ ലേണിംഗ് ഔട്ട്കം, ഐഡിയൽ കരിക്കുലം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഐഡിയൽ കരിക്കുലം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നതാണ് ഇവിടെ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത്. ഓക്കെ, കരിക്കുലം ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് കരിക്കുലം ഡെവലപ്മെന്റ് ചെയ്യുക എന്ന ഒരു വലിയ ടാസ്ക് ആണ് ഈ യൂണിറ്റിന്റെ തന്നെ താല്പര്യം. നിങ്ങളെല്ലാം കരിക്കുലം ഡെവലപ്പ് ചെയ്യണം എന്നതാണ് യൂണിറ്റ് ആവശ്യപ്പെടുന്നത്. എന്താണ് കരിക്കുലം ഡെവലപ്മെന്റിന്റെ പ്രൊസീജിയർ? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സോഷ്യൽ നീഡ്സ് ആൻഡ് ചേഞ്ച്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആദ്യം അറിയണം. അതനുസരിച്ചിട്ട് ചൈൽഡ് സെന്റേഡ്, കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആവണം കരിക്കുലം ഉണ്ടാവണം. അതിനെ ലേണർ ആവാം, പ്രോബ്ലം സെന്റേഡ് ആവാം. ഈ ലേണർ പ്രോബ്ലം സെന്റേഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കരിക്കുലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു ജേണിയാണ്. ആദ്യം എന്താണ് നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക, പിന്നെ നമ്മളുടെ ഏത് കുട്ടികൾക്കാണ് നമ്മൾ ഈ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതിനാ കുട്ടിയുടെ പ്രോബ്ലം സെന്റേഡ് ആയിട്ടുള്ള മെത്തേഡുകളും ആക്ടിവിറ്റി സെന്റേഡ് ആയിട്ടുള്ള പ്ലാനുകളും കൊണ്ടുവരിക. എന്നിട്ട് ആ അസസ്മെന്റ്, ആ പ്രോസസ്സിനെ എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കരിക്കുലം ഉണ്ടാവുക. സോ ദ ട്രൂ കരിക്കുലം ഡെവലപ്മെന്റ് ഇസ് നോട്ട് റൈറ്റിംഗ് എ സിലബസ്. ഒരു സിലബസ് എഴുതുന്നതല്ല കരിക്കുലം. അതെന്ന് പറയുന്നത് കുട്ടിയുടെ മുഴുവൻ ലേണിംഗ് എക്സ്പീരിയൻസിനെയും കൊണ്ടുവന്ന് കളക്റ്റീവായിട്ട് ഫ്രെയിം ചെയ്യുന്നതിനെയാണ് കരിക്കുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? കുട്ടിയുടെ എല്ലാ ഏരിയകളെയും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കരിക്കുലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, കരിക്കുലം. ഓക്കെ, ഇതാണ് കരിക്കുലം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. ഈ യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ റെഡിയാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു പക്ഷേ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ കരിക്കുലം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് പറയാവോ? ഓക്കെ, ഞാൻ ഇനി ഈ എടുത്ത കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പറയാം. Curriculum is a goal-oriented means, no objectives, focus on random teaching, directed towards specific aims, only exams matter.
എന്താണ് സിമ്പിൾ. സി. Curriculum development is needed due to fixed society, changing society needs, no change in knowledge, teacher preference. B. Yeah. Flexibility in curriculum means rigid structure, no changes allowed, adaptability, fixed syllabus. അഡാപ്റ്റബിലിറ്റി അതാണ് ഉത്തരം, അല്ലാതെ നോ ചേഞ്ചസ് അലൗഡ് എന്നാണോ? അല്ല, അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ് ഉത്തരം. യെസ്, ഓരോ കോണ്ടക്സ്റ്റിനും അഡാപ്റ്റബിൾ ആവണം. വിച്ച് കരിക്കുലം ടൈപ്പ് പ്രൊമോട്ട്സ് ഇന്റർഡിസിപ്ലിനറി ലേണിംഗ്? സബ്ജക്ട് സെന്റേഡ്, ലേണർ സെന്റേഡ്, പ്രോബ്ലം സെന്റേഡ്, ട്രഡീഷണൽ സെന്റേഡ്? ഏതാണ്? പ്രോബ്ലം സെന്റേഡ്. നമ്മൾ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞതുപോലെ അല്ലേ? ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. സോ 2 യൂണിറ്റ് ആണ് കഴിഞ്ഞത്. ഇപ്പം പറഞ്ഞ യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, അവസാനിപ്പിക്കാം അല്ലേ? താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും ക്ലാസ് നടക്കാറുണ്ടോ? അപ്പോൾ എന്താണ്, ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്? എല്ലാ ക്ലാസ്സും, എല്ലാ സബ്ജക്റ്റുകളും ക്ലാസ് നടക്കുന്നു? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ് ഉണ്ടല്ലേ? ഓ, യാ. So thank you so much. All the best.